എന്താ പതിവില്ലാതെ അതിരാവിലെ രണ്ടുപേരും? അനീറ്റയുടെ പിറന്നാളായിരുന്നു, അതുകൊണ്ട് രാവിലെ അമ്പലത്തിൽ വരെ വന്നതാ. ഹാപ്പി ബർത്ത്ഡേ കുട്ടി. ഇക്ക ഒരു ചായ. വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാനെ ഇന്ന് ഇന്ത്യക്ക് കൈമാറും. വാഗ അതിർത്തി വഴി ഉച്ചയോടെയാകും അഭിനന്ദനെ കൈമാറുക. അഭിനന്ദനെ സ്വീകരിക്കാനായി കുടുംബവും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി വാഗ അതിർത്തിയിൽ നിന്ന് PR സുനിൽ. ഈ ലോട്ടറി അടിച്ചോ നോക്കിയോ മെമ്പറെ? ഒട്ടേറെ ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള വാഗ അതിർത്തിയിൽ മറ്റൊരു ചരിത്ര നിമിഷം കൂടി വരാൻ പോകുന്നു. ഏത് രീതിയിലാണ് അവിടെയുള്ള അന്തരീക്ഷം? പിന്നീടായതിന്റെ 3-ാം ദിവസം അഭിനന്ദൻ. ഇതിലൊന്നും ഇല്ലടോ ജോസഫേ. നമുക്കെങ്ങും 10 പൈസ അടിക്കുകയല്ല. ഇത് കള്ളലോട്ടറി ആണെന്ന് സംശയമുണ്ട്. തനിക്കൊന്നും അടിച്ചിട്ടും കാര്യമില്ല, കിട്ടുന്നതെല്ലാം കുടിച്ച് മുള്ളിക്കളിയല്ലേ. എടോ താനക്കിങ്ങനെ 19 ലോട്ടറി എടുത്ത് വിൽക്കാൻ നോക്ക്. വെറുതെ ഇങ്ങനെ കുറ്റം പറഞ്ഞൊരു കാര്യമുണ്ടോ? വെള്ളിയാണി ഉരുൾപൊട്ടിൽ മരിച്ച സോമന്റെ മാനെ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ. ഡെയിലി 100 ലോട്ടറി ടിക്കറ്റ് വിട്ടിട്ടാ കൊച്ചു പള്ളിക്കുടുത്തി പോകുന്നേ. എന്നിട്ട് നമ്മൾ കുറ്റം പറഞ്ഞൊരു കാര്യമുണ്ടോ? പെണ്ണുമ്പിള്ള തൊഴിലുറപ്പിന് പോണോണ്ടേ കഞ്ഞി കുടിച്ചെടുക്കാം. ചേട്ടാ ഇന്ന് ലോട്ടറി വേണ്ടേ? എന്തിനാ മതിര? ചേട്ടാ 2 ലോട്ടറി എടുക്കാവോ? ഓരോരുത്തരൊക്കെ പിള്ളേരെ ഉണ്ടാക്കി വിടും. പഠിച്ചടക്കേണ്ട പ്രായത്തിൽ ലോട്ടറി വിൽക്കാനും ആക്രി പെറുക്കി വിൽക്കാനും ഒക്കെ അല്ലേ? എടാ വിഷ്ണു, നീ എന്നാ ഇവിടെ? എന്റെ പപ്പ ഇറച്ചി മേടിക്കാൻ പോയേക്കോ. നിന്റെ പപ്പ എന്നോട് പറഞ്ഞത് ശരിയായില്ല കേട്ടോ. എനിക്കും ഉണ്ടായിരുന്നു അച്ഛനും അമ്മയും. അതേതോടാ ചെറുക്കൻ? ആ ലോട്ടറി കൊണ്ട് വന്ന പയ്യൻ? അതാ പപ്പ ഞാൻ പറഞ്ഞ വിഷ്ണു എന്ന ചെറുക്കൻ. അവൻ ക്ലാസ്സിൽ ഫസ്റ്റാ. ഉരുളുപൊട്ടലില് അമ്മയും അച്ഛനും മരിച്ചുപോയി. അതാണോ നീ പറഞ്ഞ ആ പയ്യൻ? നിന്റെ ക്ലാസ്സിലെ ഒന്നാമൻ സ്കൂളിൽ നിന്ന് വീട് വെക്കാനുള്ള പിരിവിന് കൂപ്പൺ കൊണ്ടുവന്നത് ഇവന് വേണ്ടിയായിരുന്നോ? കഷ്ടമായി പോയി. വിഷ്ണു, നിന്നെ അനിയത്തിനും കൂട്ടിക്കൊണ്ടുവരാൻ ഉമ്മ പറഞ്ഞു. പാപ്പ ഗൾഫിന്ന് വന്നു. നീ കേറ്. ഉമ്മ, ദേ വിഷ്ണു വന്നിരിക്കുന്നു. ഇതാരാ? വിഷ്ണു? അനിയത്തിക്കുട്ടിയെ കൂട്ടിക്കൊണ്ട് വരാത്ത എന്തേ? അശ്വതി വീട്ടിലാ. ഞാൻ വഴി വെച്ച ഷെഫീഖിനെ കണ്ട്. ഈ പഹേനോട് ഞാൻ പറഞ്ഞതാ വീട്ടിൽ ചെന്ന് 2 പേരെയും കൂട്ടിക്കൊണ്ട് വരണമെന്ന്. ഷെഫീഖിന്റെ ബാപ്പ എന്നെ കാണാൻ തിടുക്കം കൂട്ടുവാ. കുളിച്ചോണ്ടിരിക്കുക. ഇപ്പൊ വരും. ബാപ്പാ. ഇതാരാ? വിഷ്ണുവാ? ലോട്ടറി കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? ബാപ്പ ഗൾഫിന്ന് വന്നപ്പോ കൊണ്ടുവന്ന ചോക്ലേറ്റാ.
മോനെ വിഷ്ണു, ചായ കുടിക്ക്. മോനെ വിഷ്ണു, ഇതെടുത്ത് കഴിക്കടാ. ഞാൻ പൊക്കോട്ടെ, കുറച്ച് ലോട്ടറിയോട് വെറ്റ് തീരാണ്ട്. മോനെ മോനെ വിഷ്ണു, പോവല്ലേ. നിനക്കും അനിയത്തിക്കുട്ടിക്കും പാപ്പ കൊണ്ടുവന്നാ. നീ നോക്കിയോ, അവൻ ഈ നാട്ടിൽ അറിയപ്പെടുന്ന നല്ലൊരാളാവും. ഞങ്ങളെ മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ല. ഓ, എന്തൊരു ചൂട്. നിങ്ങളാണോ കവലയിലെ അന്വേഷിച്ചേ? അതെ. ആരാ? എനിക്ക് മനസ്സിലായില്ല. എവിടെ നിന്ന് വരുന്നു? ഞങ്ങൾ കുറച്ച് ദൂരെ നിന്നാ, ഹൈ റേഞ്ചിൽ നിന്ന്. എന്താ അകത്തോട്ടിരിക്കാം. വേണ്ട, ഇവിടെ ഇരുന്നോളാം, ഭയങ്കര ചൂട്. സുമയെ കസേരഞ്ഞെടുത്തോ. ഇതാ ചേട്ടാ കസേര. വാ. എൻ്റെ ജ്യേഷ്ഠൻ്റെ 2 കുട്ടികളെയാണ് നിങ്ങളിവിടെ താമസിപ്പിച്ചിരിക്കുന്നത്. ഓഹോ, അത് ശരി. ഇപ്പോഴല്ലേ ആളെ മനസ്സിലായേ. കുട്ടികളുടെ കാര്യത്തിൽ ഒരു തീരുമാനം അറിയാൻ വന്നതാ. പിള്ളേരുടെ തീരുമാനം പറയണ്ടേ? ചെറുക്കൻ എന്തേടി? ചേട്ടായി കടയിൽ പോയതാ. അവൻ സൈക്കിളിൽ ലോട്ടറി കച്ചവടമൊക്കെയാണെന്ന് പറയുന്നത് കേട്ടു. സ്കൂളിലൊന്നും പോകുന്നില്ലേ? രാവിലെ പോയി ലോട്ടറി വിറ്റേച്ച് വരും, അത് കഴിഞ്ഞ് സ്കൂളിൽ പോകും. ആ, ദേ വിഷ്ണു വന്നല്ലോ. ചെറിയച്ഛൻ എപ്പോഴാ വന്നേ? ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. ഞാൻ വന്നത് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാനാണ്. അനാഥപ്രേതങ്ങളെ പോലെ ഇനി നിങ്ങൾ ഇവിടെ ജീവിക്കണ്ട. ഞങ്ങൾക്കിവിടെ ഒന്നിനും കുറവില്ല ചെറിയച്ഛ. അപ്പോ ഞങ്ങളുടെ ഇവിടെ വരാൻ താല്പര്യമില്ല എന്നർത്ഥം. നിങ്ങൾ വരുന്നുണ്ടോ? അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു പോയ കുട്ടികളെ ദുരിതാശ്വാസ ക്യാമ്പിൽ ഒന്ന് കണ്ടിട്ട് പോയതാ. അവന്റെ ജാട കണ്ടപ്പോ അങ്ങനെ മതിയെന്ന് തോന്നി. എനിക്ക് അപ്പളേ മനസ്സിലായതാ. ഹൈ റേഞ്ചിൽ 2 ഏക്കർ സ്ഥലമുണ്ട്, തറവാട്ട് വീതം. അതിന്റെ വീതം ചേട്ടന്റെ പിള്ളേർക്ക് കൊടുക്കണമെന്ന് പറയാൻ വേണ്ടി വന്നതാ. ചെറിയച്ഛൻ വീട്ടിൽ ചെല്ലുമ്പോ എന്റെ അച്ഛയുടെ അമ്മയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തന്നു വിടുവോ? നിന്റെ അച്ഛൻ 13 വർഷങ്ങൾക്ക് മുമ്പ് ഒരു അന്യമതക്കാരിനെ കൊണ്ട് നാട് വിട്ടു പോയതാ. പിന്നെ എങ്ങനെ വീട്ടിൽ ഫോട്ടോ കാണും? വല്ലപ്പോഴും വീട്ടിലേക്കൊക്കെ വന്നായിരുന്നെങ്കിൽ ഫോട്ടോയും ബന്ധങ്ങളൊക്കെ കണ്ടേനെ. വണ്ടി എടുക്കാം. ചേട്ടായി കരയാണോ? വേദനയുടെ കരകാണക്കയത്തിലും വർഗീയതയുടെയും വിദ്വേഷത്തിൻ്റെയും ചൂണ്ടയിടുന്നവരെ നാം അവഗണിക്കുക, ഒറ്റപ്പെടുത്തുക. നന്മയുള്ള മനുഷ്യർ ഭൂരിപക്ഷമാണ്. അവരുടെ സമയമാണിത്.
വേദനയുടെ ഈ നിമിഷങ്ങൾ കടന്നുപോകും. സഹോദര്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും കരുണയുടെയും സ്നേഹത്തിൻ്റെ നാഴികൾ കുത്തിനിറച്ച് നാം നമ്മുടെ സഹോദരങ്ങൾക്ക് കൊടുക്കുക.